എന്നെ സുന്ദരനാക്കോ സുന്ദര സന്തോഷം എത്ര ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അപ്പൊ കട്ടക്ക് സപ്പോർട്ട് ചെയ്തിരുന്നത് ഇവള് മാത്രല്ല എനിക്ക് നിന്നെല്ലാം പഠിക്കാൻ പറ്റുള്ളൂ, എല്ലാരും പഠിക്കാൻ പറ്റുള്ളൂ. അതല്ലേ നല്ലത്. ഞാനവിടെ കുഴിച്ച് ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? കണ്ണാടി കാണിച്ചതാ എന്തായി എന്തോ. ഹലോ നമസ്കാരം, എന്റെ പേര് ഐശ്വര്യ. എന്റെ പേര് അനുശ്രീ. എല്ലാവർക്കും ഐശ്വര്യമീ ഓണം എന്ന ഓണം സീരീസിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മളുടെ അനുവിനെ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഓണം സീരീസിൽ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫാമിലിയിലെ പുതിയ ഫോളോവേഴ്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അനു ആരെന്ന് അറിയാൻ പാടില്ലെങ്കിൽ അനു ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതെ അതെ. അനുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. നമ്മുടെ വ്ളോഗ്സ് ഒന്നും റീൽസ് ഒന്നും ഓൾസോ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് എന്തായാലും എന്ത് കാര്യം വന്നാലും ഞാൻ അനുവിനെ മെൻഷൻ ചെയ്യാം. എന്റെ ടാഗിങ് ഉണ്ടാവും, ഞാനും ശ്രീകുട്ടിയും. അപ്പൊ എന്റെ BFF ആണ് അനു. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു സീരീസിനകത്ത് നമ്മൾ പല പ്രാവശ്യം അനു വ്ളോഗ്സിന്റെ അകത്താണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും അനു വരാറുണ്ട്. പക്ഷെ അനുവിനെ ഒരു ഗെറ്റ് ടു നോ മീ അറിയില്ല അല്ലെ? ഗെറ്റ് ടു നോ അനുവിനെ അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടില്ല. അനു എന്നുള്ള ഒരാളറിയാം, ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് അറിയാം, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും അറിയില്ല. നമ്മളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ജേർണിയോ അങ്ങനത്തെ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആസ്മി ക്വസ്റ്റ്യൻ ഇട്ടുണ്ടായിരുന്നു, ഞാനും അനുകൂടിയുള്ള ഒരു വീഡിയോ. അതായത് അനുവിനൊരു ഓണം മേക്ക് ഓവർ ആൻഡ് ഓൾസോ നമ്മൾ തമ്മിലൊരു Q&A. അപ്പൊ അതിന്റെ നമ്മുടെ ഫോളോവേഴ്സ് ഇട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് കുറച്ച് സമയം ഡിഫറൻസ് വന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് കമന്റ് ടാബ് ഇടാം. അത് ആക്ച്വലി യൂട്യൂബിൽ കമന്റ് ടാബ് ഇട്ടാൽ ഇതിനേക്കാളും രസമുള്ള ക്വസ്റ്റ്യൻസ് വരും. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അപ്പൊ എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലത്തെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തു പോയി. അപ്പൊ രണ്ട് പോസ്റ്റ് കൂടി അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്ത കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പാരലി നമ്മൾ ഇവൾക്ക് ഓണം മേക്ക് ഓവർ ചെയ്തോണ്ടിരിക്കും. ഇതാണ് നമ്മൾ ഓണം മുടുക്കിയാക്കി വെച്ചേക്കുന്ന രൂപം. സുന്ദരിയാക്കി മറ്റേ ഇതിൽ പറഞ്ഞിട്ടോ എന്നെ സുന്ദരനാക്കോ സുന്ദര. അത് തന്നെ നമ്മൾ അത് ചെയ്ത് വെച്ചേക്കാണ് അവിടെ. അപ്പൊ അനുവിനെ പറ്റി പറയുകയാണെങ്കിൽ അനു ഇസ് മൈ വെരി 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 ക്ലോസ് ഫ്രണ്ട്. ഞാനിങ്ങനെ ട്രാൻസ്പെറന്റ് ആണ് അനുവിന്റെ അടുത്ത്. അനുവിനെ എന്റെ ലൈഫില് അനുവിനെ അറിയാൻ വല്ലതൊന്നുമില്ല. ഇല്ല, എന്റെ ലൈഫിൽ നീ അറിയത്തുള്ളതുണ്ടോ? എന്റെ ലൈഫിൽ നീ അറിയാത്തതായിട്ടും ഒന്നുമില്ല. സോ ഏരിയയിലൊക്കെ വെരി വെരി നമുക്ക് അങ്ങനത്തെ ഒരു ട്രാൻസ്പെറന്റ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഞങ്ങൾ എവിടെ കണ്ടു മുട്ടി, എങ്ങനെ കണ്ടു, ഞങ്ങളുടെ ആദ്യത്തെ അടി, ഞങ്ങളുടെ മറക്കാനാവാത്ത മെമ്മറീസ്, എല്ലാത്തിനും നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ സംസാരിച്ച സമയം കണ്ട് ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ അതിന് വന്നിട്ട് ബെയർ ഫേസിലൂടെ ഇരിക്കുകയാണ്. ബ്ലാങ്ക് ഫേസിലേക്ക് നമ്മളിങ്ങനെ ഇത് ക്യാൻവാസ് ആയിട്ട് കണ്ടിട്ട് നമ്മൾ മേക്കപ്പ് ഇടാൻ വേണ്ടി പോകണം. ഓൾസോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഏതാനും ചോദ്യങ്ങൾ ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് നീ തന്നെ ഓരോന്നായിട്ട് വായിച്ചോ, നീ തന്നെ പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ നിന്നെ പ്രെപ്പ് ചെയ്യാതെ. ഓക്കെ, ഞാനപ്പോ സ്കിൻ പ്രെപ്പ് ചെയ്യാൻ വേണ്ടി പോകണ്ട. അപ്പൊ അവൾക്കൊരു ചെറിയ ഇത് ആരാ ചോദിച്ചതെന്നൊക്കെ പറയണോ നമ്മൾ? വേണ്ടല്ലോ, കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു, എങ്ങനെ ഫ്രണ്ടായി? ഓക്കെ, നീ പറഞ്ഞോ. ഞങ്ങൾ കണ്ടത് MBA ക്കാണ്. ഞങ്ങൾ MBA ക്ലാസ്മേറ്റ്സ് ആണ്, ഒന്നിച്ച് പഠിച്ചതാണ്. 2010-12 ബാച്ച് ആൽബർട്ട്സ് കോളേജില്. അതെ, ആണ് നമ്മളുടെ MBA പഠനം പഠിച്ചത്. അവിടെ ഇറങ്ങി പോന്നു. ഞാൻ ബാക്കി പറയാട്ടോ, അമ്പിടിപ്പിച്ചിട്ട് ഞാൻ ബാക്കി പറയാവേ. ഈ അലവലാതി വന്നിട്ട് MBAന്റെ നമ്മളുടെ ബാച്ചിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിരുന്നു. എന്നിട്ടാണ് ഈ പറയണത്. അതെ, കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എളിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധികം എളിമുണ്ടോന്നാണ് എനിക്കിപ്പോ സംശയമുള്ളത്. ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ഓഫ് ദി ബാച്ച് ആൽബർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് 2010-2012 ആണ്. എന്നിട്ട് നീ എന്താ പറഞ്ഞ ഇറങ്ങിപ്പോയിരുന്നു അല്ലേ? അല്ല, അങ്ങനെ പറയണ്ട. എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ബെസ്റ്റ് ഔട്ട് ഗോയിങ് എടുത്തുന്നൊക്കെ. ഞാൻ ഓർത്തതൊക്കെ അതെ, ഞാൻ ഓർത്തിട്ടുണ്ട്. എങ്ങനെ കിട്ടിയെന്നു? നമ്മള് സെയിം ക്ലാസ്സിലായിരുന്നു. നമ്മള് സെക്കൻഡ് ഇയർ ആയപ്പോ നമ്മള് സെയിം ബെഞ്ചിലായിരുന്നു. ഐ മീൻ സെയിം റോ. സെയിം റോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
ഫസ്റ്റ് ഇയറിൽ നമ്മൾ അങ്ങനെ വലിയ കമ്പനി ഒന്നും അല്ലായിരുന്നു. ഫസ്റ്റ് ഇയറിൽ ഞാൻ വിചാരിച്ചത് ഇവള് ഭയങ്കര ജാടയാന്നാണ്. കാരണം ഫുൾ ടൈം ഭയങ്കര സ്മാർട്ടായിട്ട് ഓടിച്ചാടി നടക്കുന്നു. വെച്ചാല് എന്താ പറയാ, ഈ അളവിലത് ക്ലാസ് റൂപ്പ് ആയിരുന്നേ. എനിക്ക് അതുകൊണ്ട് എന്നെ കണ്ടുകൂടായിരുന്നു. കുറച്ച് പട്ടിഷോപ്പ് കൂടുതൽ. അല്ല, പിന്നെ ഫസ്റ്റ് ഇയറിലാവുമ്പോ നമുക്കൊരു മടിയൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും സംസാരിക്കാനൊക്കെ ആയിട്ട്. അതെ. അപ്പോ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ കമ്പനിയേ ആയിരുന്നില്ല. അതെ, നമ്മള് ഫസ്റ്റ് ഇയറിൽ അങ്ങനെ കമ്പനി ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്കും വേറെ ഫ്രണ്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേടാ? അതെ, എല്ലാവർക്കും വേറെ ഫ്രണ്ട്സ് ആയിരുന്നു. എല്ലാവർക്കും വേറെ ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്ക് അത് ഇവ അങ്ങനെ ആണെന്നോണല്ലേ. നമ്മള് പയ്യെ ഒരു സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് സെം സെക്കൻഡ് സെം കഴിയുമ്പോഴാണ് നമ്മൾ പയ്യെ ഒരു ഗാങ്ങിലോട്ട് വരുന്നത്. കോൺസ്റ്റന്റ് ഗാങ്ങിലോട്ട് വരുന്നത് സെക്കൻഡ് ഇയർ. അത് മെയിൻ ആയിട്ട് IB ഒക്കെ കഴിയുമ്പോഴാണ്. IB, പിന്നെ കോളേജ് ഫെസ്റ്റ്, പിന്നെ എന്തൊക്കെയോ നമുക്ക് മാനേജ്മെന്റ് ഫെസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ പോകും മാനേജ്മെന്റ് ഫെസ്റ്റ്. നമ്മൾ മാനേജ്മെന്റ് ഫെസ്റ്റില് ഒക്കെ കൂടിയാണ് നമ്മൾ ക്ലോസ് ആയി തുടങ്ങിയത്. ഫസ്റ്റ് ഇയറിൽ നമ്മള് ഇവള് ഭയങ്കര പഠിപ്പിസ്റ്റും ആയിരുന്നു, അതിന്റെ കൂടെ ക്ലാസ് റെപ്പും ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഇല്ല, നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. ഏത് നേരം സ്റ്റാഫ് റൂമിലാണ്. എന്നിട്ട് എല്ലാവരും വിചാരിച്ചിരുന്നത് ഞാനാണ് ഏറ്റവും പറയുന്നത്. ആക്ച്വലി ഞാനൊന്നും ചെയ്യാറില്ലായിരുന്നു. നമ്മൾ തെറ്റിദ്ധരിച്ചു ഇവളാണ് പാരെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവള് വെറും അതെ പാവായിരുന്നു. അതന്നെ, ഞാൻ വെറും പാവായിരുന്നു. ഇതിന്റെ ആരോക്കെ കല്ലോടം കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ, അനു, കിരൺ, നമ്മള് 3 പേര് ഒരു ക്ലാസ്സിലായിരുന്നു. പിന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം സാവിയോ വേസ്റ്റ്. ഞങ്ങൾ 5 പേര് ഒരു ബെൽറ്റ് ആണ്. ഇപ്പൊ അങ്ങനെ പറഞ്ഞത് ഗാങ് അല്ല. ബെൽറ്റ് ആണോ? എന്നുവെച്ചാല് ആ റിലേഷൻ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ അപ്പം തുടങ്ങി. ആ ഒരു സെക്കൻഡ് ഇയറിൽ തുടങ്ങി. ഇപ്പോഴും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മൾ 5 പേര് കേട്ടോ. നമ്മൾ 5 പേര് അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതും വെറുതെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ല. ലിറ്ററലി നമ്മൾ എല്ലാ ഫാമിലി ഗാദറിംഗ്സിലും നമ്മുടെ ലൈഫിൽ അത് ഞങ്ങൾ ഒരു ആവശ്യം വരുമ്പോ അല്ല, ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് ഉണ്ടാവോ അതിന്റെ അത് നമ്മൾ ഫസ്റ്റത്തെ പേര് എഴുതുന്നത് ഒബ്വിയസ്ലി ഇവർ തന്നെയാണ്. അതെ, ആദ്യത്തെ പേര്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു ഇസ് മൈ മിറർ. ഞാൻ അനുവിന്റെ ഫ്രണ്ടില് ജസ്റ്റ് ഐ എം വെരി ട്രാൻസ്പെറന്റ്. എനിക്ക് അങ്ങനെ ഞാൻ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് എന്നെ അറിയുന്ന ആകെ രണ്ട് പേരുള്ളൂ. ഒന്ന് അനുവാണ്, ഒന്ന് ശ്രീകുട്ടിയാണ്. ശ്രീകുട്ടിനെ നിങ്ങൾക്ക് അറിയണ്ട, നമ്മളെ വ്ളോഗിലും ഒക്കെ നമ്മളെ മറ്റേ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ വന്നു. ശ്രീകുട്ടി UK പോയേക്കാണ്. അവൾ ഇന്ന് അല്ലെ എത്തിയിട്ടുണ്ട്. അപ്പൊ അനു ശ്രീകുട്ടിയാണ് എന്റെ ഏറ്റവും ബെസ്റ്റീസ്. അവളെ തന്നെ അവളെയും കൂടി പിടിച്ചോ കൂടി ഇരുത്താറ്. അപ്പൊ അവളിവിടെ ഇല്ലാണ്ടായി പോയി. ഇവരുടെ മുന്നില് എനിക്കറിയില്ല, ലൈക്ക് ഞാൻ മറച്ചു വെക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എല്ലാം ഓപ്പൺലി, ഭയങ്കരമായിട്ട് ഓപ്പൺലി ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ, എന്ത് വേണമെങ്കിലും. അതായത് ഇപ്പൊ നമുക്ക് ഒരു അതായത് പോസിറ്റീവ്സ് മാത്രമല്ല, അതുകൊണ്ട് ഞാൻ ഇവളെ ഇങ്ങനെ പ്രൈസ് ചെയ്ത് പറയണ മാത്രമല്ല, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്കത് ഓപ്പൺലി മുഖത്ത് നോക്കി പറയാം. ഐഷു അത് ശരിയല്ല, അത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ അത് ശരിയായില്ലടാ, ഇത് തെറ്റ് തന്നെയാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇവൾക്കും എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ നല്ലോണം എന്താ പറയുക ഒരു അധികാരം തന്നെയുണ്ട്. ആ രീതിയിലുള്ള റിലേഷൻ ആണ് നമ്മുടെ. അതാണ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ചുമ്മാ അയ്യോ ഫ്രണ്ട് അല്ലെങ്കിൽ ഇപ്പൊ അവൾക്ക് പറഞ്ഞ എന്ത് പിടിക്കും അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഞാൻ ചില കാര്യങ്ങള് ശരിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവളുടെ അടുത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ള പറയും ഇല്ലടാ നീ ചെയ്തത് ശരിയല്ല. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ കറക്റ്റ് കൂടി ചെയ്തു തരും. അല്ലാണ്ട് ചീത്ത പറയാനുള്ള ചീത്ത പറയാറുണ്ട് കേട്ടോ, അതും വേറെ കാര്യം. അപ്പൊ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റണ വളരെ ചുരുക്കം പേരില് ഒരാളാണ് അനു. അതിൻ്റെ അകത്ത് ഒരാളും കൂടി ഉണ്ട് ശ്രീകുട്ടി. ഞങ്ങൾ ഒരു ബെൽറ്റ് ആണ്. അതെ, ശ്രീകുട്ടിയുടെ ഇടക്കിടക്ക് എടുത്തെടുത്ത് പറയണോ, അല്ലെങ്കിൽ അവളെ കൊല്ലും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അത് റിപ്പീറ്റഡ് പോലെ തന്നെയാണ്. ഹൗ ലോങ് യു ഗൈസ് ഹാവ് ബീൻ ഫ്രണ്ട്സ്? 2010 തൊട്ടെന്ന് പറയുമ്പോ ഇപ്പോ 14 ഇയേഴ്സ് ആയില്ലേ? വ്യാഴവട്ടക്കാലം അങ്ങനെയല്ലേ പറഞ്ഞത്? വ്യാഴവട്ടക്കാലം എന്നല്ലേ പറഞ്ഞ 14 വർഷത്തിന്? നീ അങ്ങനെ ചോദിക്കല്ലേ, അല്ലേ? നമ്മളൊരു വ്യാഴവട്ടക്കാലമായിട്ട് നമ്മൾ ഭയങ്കര കമ്പനി. അതും എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും വെരി ക്ലോസ്. ഇപ്പൊ ഒരു 5 കൊല്ലം മുന്നേ നമ്മൾ ഇത്ര ക്ലോസ് ആയിരുന്നു അല്ല. അതെ, നമ്മളിങ്ങനെ ഓരോ ഇയർ കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് വരുന്നുള്ളതാണ് അതിന്റെ ബ്യൂട്ടി ഓഫ് ദ റിലേഷൻഷിപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇപ്പോഴാണല്ലോ നമ്മൾ ആ റിയൽ വേൾഡിലോട്ടും കാര്യങ്ങളിലോട്ടും കുറച്ചും കൂടി മെച്യൂരിറ്റി എന്ന് പറയാൻ എനിക്കറിയില്ല, മെച്യൂരിറ്റി ആണെന്നൊന്നും അറിയില്ല. അതെ, പക്ഷെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ പെട്ടെന്ന് പറ്റുന്നത് ഈ ഒരു ഏജിലാണ്. And also Anu is a very good listener, I have to say. എടാ നമുക്ക് ചിലപ്പോ നമുക്കൊരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോ we need someone to hear the problem. അതാണ് നമ്മുടെ ഫസ്റ്റ് തിങ് അല്ലെ. നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത എത്ര പേരുണ്ടാവും നമ്മൾ പറയുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇന്റൻസിറ്റിയോടെ മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. സോ ആ സമയത്ത് ഷീ ഈസ് ലൈക്ക് എ വെരി ഗുഡ് ലിസണർ. നന്നായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഇരുത്തി അങ്ങ് പൊക്കിയടിക്കും.
അതെ, ഞാൻ ഇരുന്നങ്ങ് പോകുന്നുണ്ട്. അങ്ങ് പോകുക. അപ്പൊ ഇവള് ഭയങ്കര നല്ല ലിസണർ ആണ് കേട്ടോ, അടിപൊളിയായിട്ടുള്ള ലിസണർ ആണ്. നമുക്ക് ഇവളുടെ അടുത്ത് പറയാം. ഓൾസോ വെറും ലിസണർ മാത്രമല്ല, ഷീൽ ഗൈഡസ്, നന്നായിട്ട് അനുവിനെ ഗൈഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ പല ഇഷ്യൂസ്, ഇപ്പൊ ഞാൻ ഭയങ്കര പ്രശ്നത്തിന്റെ ഇടയിലെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ലൈഫിലാവുമ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുറെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഷീനോ ടു ഗൈഡ് മീ. എന്ത് ചെയ്യണം, എടാ നീ എങ്ങനെ ചെയ്യേ, എനിക്ക് അങ്ങനെ ചെയ്യാൻ വയ്യ, നോ യു ഹാവ് ടു ഡു. നമ്മൾ അത് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് ചെയ്താൽ ശരിയാവോ ഇല്ലെന്നുള്ളത്. അങ്ങനെ ഭയങ്കര നല്ല ലിസണർ ആണ്. ആൻഡ് ഓൾസോ അടിപൊളിയായിട്ട് ഗൈഡ് ചെയ്യും. ഇവളെ കൂടി ഒന്ന് കുഴിച്ചടിക്കും. നിന്റെ ഫോളോവേഴ്സ് പൊങ്കാലൊക്കെ ഇടും ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ നിനക്കും എന്താ മറ്റേ ഫാൻ ബേസ് കൂടും. അതെ, എന്റെ സുഹൃത്തും വഴികാട്ടിയായ വനിതയാണ്. എന്റെ ഭഗവാനെ, ഇരിക്കട്ടെ, കുറച്ചില്ല, അത്രയും വേണോ? ഇരിക്കട്ടെ, ഒരു മിനിറ്റ് നാം പിടിക്കും. എന്റെ ഇടയിൽ നമ്മൾ മേക്കപ്പ് നമ്മൾ കോൺസെൻട്രേഷൻ തെറ്റി പോകണുണ്ടോ. ഇപ്പൊ ചിറ്റാറ്റ് മെയിനും മേക്കപ്പ് കുറഞ്ഞും പോകണ്ടോ എന്നൊരു ഡൗട്ട്. കഴുത്ത് കാണിക്കും. ഇക്കട്ടെ, ഞങ്ങൾ കഴുത്തിലിട്ടിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ഒറ്റ മിനിറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മള് ബേസ് ഇട്ട് വരുന്നുണ്ട്. അതാ എങ്ങനെ മുടുക്കിയായി. അതെ, മറ്റേ ഫിലിമിൽ പറഞ്ഞ കിട്ടും, സുന്ദരനോക്കും സുന്ദര വരൂ. അപ്പൊ നമ്മള് ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. അത് എന്നെ സുന്ദരിയാക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഒന്ന് മുളക് നോക്കൂ, ഞാൻ കൺസിഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കെല്ലാം ഹൈ എൻഡ് പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാ. കണ്ണടക്കി. ഇനി ഇവന് ഇങ്ങനെ ഇരുന്ന് മേക്കപ്പ് ഇടുന്നത് ഇത്തിരി റിസ്കിയാണ് കേട്ടോ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഞാൻ കൺസിഡർ ഇടാൻ വേണ്ടി പോയപ്പോ മറന്നുപോയി. എന്തായിരുന്നു ഈ ക്വസ്റ്റ്യൻ? എന്റെ ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിന്റെ ഒരു 25-26. കുറച്ചും കൂടി കുറയ്ക്കാം. ഞാൻ 35 ആ. അപ്പൊ എന്റെ ക്ലാസ്സിൽ അല്ല, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും 35 അത് പറഞ്ഞാ പോരെ. അത് ശരി. നീ തന്നെ പറഞ്ഞു 35. മോളോട് നോക്കൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത കണ്ണ് ശരിയാണ്. അതെ, ഒരു നല്ല കമന്റ് ആണ്. യു ആർ റിയലി ബ്ലെസ്ഡ് ടു ഹാവ് ദാറ്റ് ഗേൾ. താങ്ക് യു സോ മച്ച്. അനു ചേച്ചി എപ്പോഴാണ് ഐഷു ചേച്ചി ഫോർ എവർ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും എന്നത് റിയലൈസ് ചെയ്തത്? അത് നമ്മളുടെ ലൈഫില് ഇപ്പൊ എന്നോടുള്ള ക്വസ്റ്റ്യൻ ഇല്ല, അപ്പൊ ഞാനത് പറയാം. അതായത് നമ്മുടെ ലൈഫില് ഞാൻ വളരെ സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒത്തിരി ഫ്രണ്ട്സുകൾ വരും. മനസ്സിലായി? ഇപ്പൊ പല പ്ലാറ്റ്ഫോംസിൽ നിന്നും ലൈക്ക് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മള് പുതിയ സ്പേസ് മാറുമ്പോഴത്തേക്കും അപ്പാർട്ട്മെന്റിൽ കുറെ ഫ്രണ്ട്സ് വരും. ജിമ്മിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ജിമ്മിൽ കുറെ ഫ്രണ്ട്സ് വരും. പിന്നെന്താ നമ്മളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറെ ഫ്രണ്ട്സ് വരും. നമ്മൾ വേറെ പഠിച്ച സ്ഥലത്തു നിന്നൊക്കെ പല ഫ്രണ്ട്സ് വരും. അപ്പൊ നമുക്ക് അങ്ങോട്ട് റെസനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയുന്ന കാര്യം നമ്മളുടെ ആ ഒരു വൈബിൽ എടുക്കുന്ന ആൾക്കാരെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അത് നമുക്ക് എല്ലായിടത്തും ആ സാധനം കിട്ടത്തുമില്ല. അപ്പൊ എനിക്ക് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും നമ്മൾ ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മൂഡ് സ്വിങ്സിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ദ വേ അതേഴ്സ് റിയാക്ട് ഇസ് വെരി ഡിഫറെന്റ്. അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും നമ്മളുടെ കൂടെ എത്ര പേര് നിന്നു എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും അനു ഇങ്ങോട്ട് മാറിയേക്ക് അങ്ങനത്തെ അവസ്ഥയാണ്. മനസ്സിലായ? അപ്പൊ ലൈക്ക് ചില കാര്യങ്ങൾ പലരും എന്നെ കേട്ട് എന്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ ലൈക്ക് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമ്മളുടെ ലൈഫ് അപ്ഡേറ്റുകളും നമ്മുടെ കാര്യങ്ങളും ഫാമിലി കാര്യങ്ങളും നമ്മുടെ പ്രൊഫഷണൽ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ദ വേ ദേ റിയാക്ട് ഇസ് വെരി ഡിഫറെന്റ് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ജഡ്ജിങ് മീ അറ്റ് എ പോയിന്റ്. ആ സമയത്ത് ചെറിയ കാര്യങ്ങളായിരിക്കാം. അതാ ആ സമയത്ത് അവരെന്നെ കേൾക്കും. ബിക്കോസ് എവറിബഡി വോണ്ട് ടു നോ അല്ലെ, മറ്റുള്ളവരുടെ എന്താണ് ശരിക്കും അവര് ചെയ്യുന്നത്, അവരുടെ ലൈഫ് എന്താണെന്നൊക്കെ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. പക്ഷെ ആ ഒരു എന്താ പറയാ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് മിക്കവർക്കും അങ്ങനെ പറയാനൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും കേൾക്കാനാണ് താല്പര്യം ഉണ്ടാവുന്നത്. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ഇവരൊക്കെ എന്നെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അക്സെപ്റ്റ് ആണ്. ശ്രീകുട്ടി അപ്പൊ അനു ശ്രീകുട്ടി ഈ രണ്ടുപേരെന്ന് പറയുമ്പോ ഞാൻ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞത്, ഞാൻ ഫാമിലിയെ കൊണ്ടുവരുന്നില്ല. ഈ രണ്ടുപേരും സാവിയോ ഏസൺ, അവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. വെച്ചാല് ഈ 4 പേരെന്ന് പറയുന്നത് എന്നെ ഒരിക്കലും ജഡ്ജ് ചെയ്യാത്ത ആൾക്കാർ. ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചാലും ഞാൻ ഇങ്ങനത്തെ വട്ടത്തരൊക്കെ കാണിച്ചിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ആണോ കൊള്ളാലോ, എല്ലാ വട്ടിന്റെ ബാക്കിൽ ഞങ്ങളും ഉണ്ടാവും. അതാണ് സത്യം. പക്ഷെ ഞാൻ എന്നാ ഒരേ കാര്യങ്ങൾ പല കാര്യങ്ങളും അതൊന്നും നമുക്ക് ചിലയിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ് ചെയ്യുമോ എന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അനുവോ ശ്രീകുട്ടിയോ എസിനോ സാവിയോ
അവരെന്നെ ജഡ്ജ് ചെയ്തിട്ടില്ല. അതായത് ബിക്കോസ് വി ആർ സെയിം വൈബ്. അന്ന് ഞാൻ വൈബിന്റെ കാര്യം പറഞ്ഞപ്പോ ഒത്തിരി ആൾക്കാർ എന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവാൻ വന്നിട്ടുണ്ട്. ഒന്നൊരു ഇഷ്യൂ, യൂട്യൂബിന്റെ ഒരു റിലേറ്റഡ് ഇഷ്യൂ. പക്ഷെ വൈബ് റിയലി മാറ്റേഴ്സ്. ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങളുടെ കൂടെ വൈബ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം വൈബിലുള്ള ഒരു ഫ്രണ്ടിന്റെ കൂടെ നമുക്ക് ലൈഫ് ലോങ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു ഫ്രണ്ടും ഒരു വൈബും ഇല്ല, നമ്മൾ ഒരു തരത്തിലും അവരായിട്ട് മാച്ച് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും നമ്മുടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുമോ? നമ്മളായിട്ട് വൈബ് ചെയ്യുക, നമ്മളെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക, നമുക്ക് തെറ്റ് തിരുത്തി തരാം, നമ്മളെ പെടുത്താണ്ടിരിക്കുക. എന്നെ പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട്സ് ഒക്കെ എന്നെ പെടുത്തിയിട്ടുണ്ട്, അസലായിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പെടുത്താണ്ടിരിക്കുക, നമ്മളെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. അനു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടി എനിക്ക് ലോ മൂഡ്, വണ്ടി കയറട്ടെ, ഇങ്ങനെയാണ് അനു ഇവിടെ നിന്ന് ഹാഫ് ആൻ അവർ ഇല്ല, നമ്മളിവിടെ നിന്ന് ദൂരത്താണ് ഒരു 20-25 മിനിറ്റ്സ് ഉള്ളൂ, 20 minutes, ലെസ് ദാൻ ഹാഫ് ആൻ അവർ ദൂരത്തുള്ള സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ അനു വഴി എന്താ എനിക്ക് ഒരു സുഖവും ഇല്ലടി, വരട്ടെ, നീ എന്താ ചെയ്യാ, ഇങ്ങനെയാണ് അനു. അത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. വെച്ചാൽ എത്ര പേര് അങ്ങനെ ചോദിക്കും, എത്ര പേര് ഷീസ് എ ജെം ആക്ച്വലി. ഐ എം സോ ലക്കി ടു ഹാവ് ഹർ ഇൻ മൈ ലൈഫ്, ലിറ്ററലി. അപ്പൊ ഞാൻ എപ്പോഴും പല പ്രാവശ്യം അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവൾ അപ്പം തന്നെ എന്നിട്ട് ഞാൻ എടി ഞാൻ വണ്ടി എടുത്ത് ഇപ്പൊ തന്നെ വരട്ടെ, നീ അവിടെ ഉണ്ടാവുമല്ലോ, ഞാൻ ഇപ്പൊ എത്താം. അത് എത്ര പേര് നമ്മുടെ രാത്രി 7:30 8:30 നീ പറയണമെന്ന് ഓർമ്മയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഷീസ് ദേർ ഫോർ മീ. 8:30 മണിക്കാണെങ്കിലും അവളെത്തും. അല്ലെങ്കിൽ പറയും അന്ന് നീ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ ആവുമ്പോ ഇരുന്ന് സംസാരിക്കാം. അവള് താമസിക്കുന്നിടത്ത് 1 BHK അവള് അതെ. അപ്പൊ നമുക്ക് സംസാരിക്കാനെന്നുണ്ടെങ്കിൽ, കാരണം ഇവൻ ഒരു കാര്യം എന്ന് വെച്ചാല് ചില സമയത്ത് നമുക്കൊന്ന് ഓപ്പൺലി കരയാൻ പറ്റില്ല. അപ്പൊ വീട്ടിലുള്ളപ്പോ എല്ലാവരും നമ്മൾ ചോദിക്കും എന്താന്നുള്ളത്. ചിലപ്പോ ഒരു 5 മിനിറ്റ് കരഞ്ഞു കഴിഞ്ഞാലുള്ള ആ പ്രശ്നം അവിടെ തീരും. റിലീഫ് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്കൊന്ന് ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിച്ച് നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ വെച്ചാൽ എന്റെ അടുത്ത് എപ്പോഴും പിള്ളേരുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ എപ്പോഴും ഓപ്പൺലി സംസാരിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും പിള്ളേർ ഇൻ ബിറ്റ്വീൻ വരുമല്ലോ. അപ്പൊ ഇവള് വിളിക്കുമ്പോ ഇവള് ഒന്നെങ്കിൽ ഇങ്ങോട്ട് ഓടി വരും, ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ പോകും, അല്ലെങ്കിൽ ഞാൻ ഇവളുടെ വീട്ടിൽ പോകും. അപ്പൊ അങ്ങനെ ഷീസ് ദേർഫോർ ലൈക്ക് എന്ത് പ്രശ്നമുണ്ടോ അപ്പൊ റെഡിയാണ്. അല്ല മുത്തേ? അതെ അതെ, അതാണ് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഞങ്ങൾ 40 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിന് നമ്മളിങ്ങനെ തന്നെ ആയിരിക്കും ഷുവറാണ്, ഒരു ഡൗട്ടും വേണ്ട ഇതിന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്തത് പോകാം. ചേച്ചി പ്ലീസ് ഡു ഹൂ നോസ് മീ ബെറ്റർ വിത്ത് അനു ചേച്ചി ആൻഡ് കിരൺ ചേട്ടൻ. അത് അപ്പുറത്തും ഇപ്പുറത്തും ചെയ്യേണ്ടി വരും. എനിക്ക് സത്യം ആ ഒരു കോണ്ടന്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ബിക്കോസ് ഇത് വേറെയും ഞാൻ വെറുതെ Q&A ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഇത് തന്നെ ചോദിച്ചു. ഭയങ്കര അടിപൊളി കോണ്ടന്റ് ആയിട്ട് നമുക്ക്. പക്ഷേ രണ്ട് ടൈപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കുമല്ലേ. കാരണം കിരൺ ഒരു ഫ്രണ്ട് മാത്രമല്ല, കിരൺ ഒരു ഹസ്ബൻഡാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഫ്രണ്ട് പ്ലസ് സിസ്റ്റർ മോഡാണ്. അപ്പൊ ഈ 2 പേരും ഹാൻഡിൽ ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്ന രീതി രണ്ടായിരിക്കും. അപ്പൊ ഈ മനസ്സിലാക്കുന്ന രീതിയും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങും 2 രീതിയിലായിരിക്കാം. പക്ഷെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. അത് തന്നെ. പക്ഷെ ഈ പറഞ്ഞ ഒരാള് ഭർത്താവും ഒരാള് ഫ്രണ്ടും ആണ്. അപ്പൊ അതിനുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതെ. പക്ഷെ എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നോക്കണം, വരുമോ എന്തോ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കപ്പോ ഞാൻ പൗഡർ. അടുത്തത്, വാട്ട് ആർ യുവർ കോമൺ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്? റെഡി 1 2 3 4. മൂന്നാമത്തത് ഞങ്ങള് മെയിൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡും പിന്നെ സിനിമ. ഞങ്ങള് ഭയങ്കര സിനിമ പ്രാണന്മാരാണ്. ഓൾസോ നമ്മള് ഗോസിപ്പ് എഴുതി കാണിച്ചാൽ നമ്മൾ അവിടെ ഓടി എത്തും അല്ലെ. അത് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം. എത്ര. പക്ഷെ നമ്മളങ്ങനെ ബിച്ചിങ് അല്ല നമ്മളിങ്ങനെ രസമാണല്ലോ പറയുന്നത്. ബിച്ചിങ് അല്ല കേട്ടോ. ബിച്ചിങ് ഇസ് ഡിഫറെന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേടാ. അതെ. ഇനി അടുത്തത്, പിന്നെ ഇതൊരു കമന്റ് ആണ്. ഹായ് ഐഷു ചേച്ചി ആൻഡ് അനു ചേച്ചി, ബിഗ് ഫാൻ ഓഫ് ബോത്ത്. ടെൽ മോർ അബൌട്ട് അനു ചേച്ചീസ് ഫാമിലി. ഓക്കെ. എനിക്ക് വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടന്റെ വൈഫ്, അവർക്കൊരു കുട്ടിയുണ്ട്. അവരെല്ലാവരും നാട്ടിൽ തന്നെയാണ്. ഞാൻ മാത്രമാണ് ബാംഗ്ലൂര്. മൂന്നാമത്തെ മകളായിട്ട് അതെല്ലാവരും പറയുന്നത് അതെ. ഇവരെന്നെ അഡോപ്റ്റ് ചെയ്ത്, ഞാൻ അഡോപ്റ്റഡ് കിഡാണ് ഇവരുടെ മൂന്നാമത്തെ. ചില സമയത്ത് 3 പിള്ളേരും അല്ല ഇവളും പിള്ളേരും ഒരേ ഡ്രസ് ഇട്ടിട്ട് ഒരേ കളർ ഉടുപ്പൊക്കെ ഇട്ട് ഇറങ്ങും. അവൻ അടിപൊളിയാ. അപ്പോ അതാണ് എന്റെ ഫാമിലി. പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്ന ചോദ്യം എന്റെ ജോലി എന്താന്നുള്ളതാണ്. ഞാനിവിടെ ഒരു MNC-ൽ വർക്ക് ചെയ്യാണ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ ആയിട്ട്. ബാംഗ്ലൂര് ഒരു 2016 തൊട്ട് ബാംഗ്ലൂർ ഉണ്ട്. അതിനു മുമ്പ് നാട്ടിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഭയങ്കര പൊളി.
മാർക്കറ്റിംഗിന്റെ സിംഹമാണ് സിംഹം. ഞങ്ങളുടെ MBA പഠിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും മാർക്കറ്റിംഗ് എടുത്തോണ്ടിരുന്ന മാമിന്റെ കണ്ണിലുണ്ണിയായിരുന്നു. എന്താ സ്നേഹം എന്ന് പറയാം. ഷൈനി മാമും അനുവും കൂടി ഭയങ്കര കൂട്ടായിരുന്നു. ഇവിടെ എല്ലാം ചോർത്തി കൊടുക്കാറുണ്ടെന്നൊക്കെ നമുക്ക് നല്ല സംശയമായിരുന്നു. പക്ഷെ നല്ലോണമായിരുന്നു. തിരിച്ചറിയാൻ വൈകിട്ട് അപ്പൊ സംശയിച്ചിരുന്നു കേട്ടോ. ആ സംശയങ്ങളൊക്കെ വെറുതെ ഇരുന്നു. ഞാൻ ആകെ പോകുന്നത് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനും പിന്നെ ടൈം ടേബിൾ വാങ്ങാനും. അതാണ് സത്യമാണ്. പിന്നെ ചെറുക്കന്മാർക്കാണ് ഭയങ്കര കലിയത്. എനിക്ക് എന്താണെന്നറിയില്ല. ആദ്യത്തെ ഇയർ എല്ലാവരും എൻ്റെ അടുത്ത് ഭയങ്കര കമ്പനി ആയിരുന്നു. പിന്നെ ക്ലാസ് റെപ്പ് ഞാൻ ആയതിനു ശേഷം ഞാനും ആന്റണി ആയിരുന്നു സെക്കൻഡ് ഇയറില് ക്ലാസ് റെപ്പ് അല്ലേ. സെക്കൻഡ് ഇയറിലല്ലേ ഫസ്റ്റ് ഇയറിൽ വേറെ ആർക്കും ആയിരുന്നില്ല. സെക്കൻഡ് ഇയർ എനിക്ക് നമ്മൾ ഫൈനലായിട്ട് മറ്റേ ഫെയർവെലിന്റെ ടൈമിൽ ഫസ്റ്റ് ഇയറിൽ. അപ്പോ ആ സമയത്ത് ഈ പറഞ്ഞിട്ട് സാവിയോ ഈസ്റ്റിൽ അങ്ങനെ കുറച്ചു പേര് അല്ലാണ്ട് ബാക്കി ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ കലിപ്പായിരുന്നു എന്റെ അടുത്ത്. അതെനിക്ക് ഇപ്പോഴും അറിയില്ല എന്തിനാന്നുള്ളത്. അത് ഇങ്ങനെ ഇവള് ഇച്ചിരി ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ അവന്മാരുടെ വിചാരം ഇവളവിടെ മറ്റേ സ്പൈ ആയിരുന്നു എന്നാണ് വിചാരം. പക്ഷെ അല്ലായിരുന്നു. സത്യത്തിൽ ആരാ സ്പൈ എന്നുള്ള അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതെ, ആ സ്പൈ ആരെന്നുള്ള കമന്റ് ഇത് സെയിം ക്വസ്റ്റ്യൻ. ഹൗ ഡു യു നോ അനു? മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് നെയിം ഈസ് അനു ടു. ലവ് ഫ്രം കാനഡ. ലവ് യു, ലവ് യു. An unforgettable moments of yours. ഈശ്വര, എനിക്ക് ഞങ്ങളിവിടെ സോ ദാറ്റ് ഇസ് സോ ഗുഡ് അല്ലെ. നമ്മള് സെക്കൻഡ് ഇയർ ആയപ്പോ നമ്മുടെ കോളേജിൽ നിന്ന് നമ്മള് IVK വന്നിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ വിസിറ്റ്. എവിടെ വന്നാ? ബാംഗ്ലൂർ. നമ്മള് എത്ര 5 ദിവസത്തേക്ക് 4 ദിവസത്തേക്കാ 4 ദിവസത്തേക്ക് നമ്മള് ബാംഗ്ലൂർ വന്നു. ഇത് ഭയങ്കര നമ്മൾ തെണ്ടി നടക്കലും. സോ ഗുഡ്. 3 ഫാക്ടറീസ് ആണ് നമ്മൾ വിസിറ്റ് ചെയ്തത്. ബാക്കി ഫുള്ള് നമ്മള് MG റോഡ്, ബ്രിഗേഡ്, കൊമേഴ്ഷ്യല്, ഇങ്ങനെ കോർണർ സൈഡിലോട്ട് പോയായിരുന്നില്ലല്ലേ നമ്മൾ ആ ഒരു പ്രദേശത്ത് തന്നെ. അപ്പൊ ഞങ്ങളൊന്നും ആക്ച്വലി കേരളത്തിന് പുറത്ത് കിടക്കാത്തവർ. അപ്പൊ നമ്മുടെ കൂടെ പഠിച്ചവര് ഇപ്പൊ കിരൺ ചെന്നൈയിൽ പോയിട്ടുണ്ട്. വേറെ കുറെ ഫ്രണ്ട്സ് ഓൾറെഡി ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുള്ളവരുണ്ട്. പഠിച്ചു വളർന്ന ഒരാളായിരുന്നു. അതെ അതെ. അപ്പോ ഞങ്ങള് ഭയങ്കര അലമ്പായിരുന്നു ആ സമയത്ത് IVക്ക്. എന്റെ ദൈവമേ, ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾ കണ്ട ഞെട്ടും. നമ്മൾ അത്ര അലമ്പത്തികളായിരുന്നു അല്ലെ അത് ആ സമയത്ത്. അതുമല്ല, എനിക്ക് എന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് IVയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർക്കണേ നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്ക് IV മൊത്തത്തിൽ മെമ്മറബിൾ ആയിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളുടെ ഒരു വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും ഓർത്തില്ല നമ്മൾ ബാംഗ്ലൂരിൽ വന്ന് സെറ്റിൽ ആവുമോ. അതല്ലോ ഇപ്പൊ എത്ര വർഷമായി? ഞാൻ 2016 മുതല്, നിങ്ങളാണെങ്കിൽ 18 മുതൽ. അപ്പൊ നമ്മള് ഒരിക്കലും അന്ന് ഞാൻ അതാ പറഞ്ഞു, ഞാൻ കിരണിന്റെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ അന്ന് ഇൻഡസ്ട്രിയൽ വിസിറ്റിന് ബാംഗ്ലൂർ വന്നപ്പോൾ നമ്മൾ ഒരിക്കലും ഓർത്തില്ല നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ പെടുന്നത്. അല്ല, അത് ഭയങ്കര ഫുൾ ഓഫ് സർപ്രൈസസ് എന്ന് പറയില്ലേ. അപ്പൊ കുറച്ച് സർപ്രൈസ് ഒക്കെ നല്ലതാണ്, അതുകൊണ്ട് അടിപൊളിയാണ്. പക്ഷെ നമ്മൾ അന്ന് ഒരിക്കലും ഓർത്തില്ല കേട്ടോ. പക്ഷെ നല്ല രസമല്ലേടാ, ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെന്താ നമുക്ക് അൺഫോർഗറ്റബിൾ മൊമെന്റ്? എനിക്ക് അൺഫോർഗറ്റബിൾ മൊമെന്റ് ഇവളുടെ ഞാൻ കാര്യം പറയാം. അതായത് കിരണിന്റെ ചേച്ചിയുടെ കല്യാണം. അന്ന് ഇവരുടെ റിലേഷൻ വീട്ടിലിങ്ങനെ അറിഞ്ഞ് സമ്മതിച്ചില്ല എന്നുള്ള ഘട്ടത്തിൽ നിൽക്കാണ്. കിരണിന്റെ വീട്ടില് അറിയില്ലായിരുന്നല്ലോ ആ സമയത്ത്, ചേച്ചി കല്യാണ സമയത്ത് അറിയില്ലായിരുന്ന. അപ്പൊ നമ്മുടെ എറണാകുളം TDM ഹാളിൽ വെച്ചിട്ടാണ് ചേച്ചിയുടെ കല്യാണം ഉള്ളത്. അപ്പൊ കല്യാണത്തിന് കിരൺ ആകെ പറഞ്ഞിട്ട് കുറച്ച് കയ്യിലുണ്ടാവുന്ന ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ. നമ്മള് പിന്നെ നിതോഷ് അല്ല സാവിയോ, നിഷാന, അങ്ങനെ കുറച്ച് പേര്, നിജിത്ത്. ഞങ്ങള് വലിയ കാര്യത്തില് ഇവള് അന്ന് പള്ളുരുത്തിലാണ് താമസിക്കുന്നത്. ഞാൻ കലൂരിന്ന് TDM ഹാളിന്റെ അവിടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാം. ഇവള് ജന്മം ചെയ്ത അതിന്റെ അകത്തോട്ട് കയറൂല, പേടിച്ചിട്ട്. പേടിയാണല്ലോ. എന്നാ കല്യാണത്തിനൊന്നും കയ്യില് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് ചേച്ചി കൊടുക്കാനായിട്ടെ. ഒരു കാരണവശാലും ഹോളിലോട്ടൊന്ന് കേറണ്ടേ. അവസാനം കിരണൊക്കെ ഇറങ്ങി വന്ന്, കിരൺ നിങ്ങൾ എന്തോടെ നിൽക്കണം, ഞങ്ങൾ കേറാം. അവസാനം കിരണിന്റെ അച്ഛനും അമ്മയും വന്ന് അവര് ആൾക്കാരെയൊക്കെ കാണാനും ഇതിനൊക്കെ വന്നതാണ്. അപ്പൊ ഇവള് മൊത്തം ഒളിച്ചുകളിയാ, പേടിച്ചിട്ട് നെർവസ് ആയിരുന്നു, പേടിച്ചിട്ടാണ്. അത് ഭയങ്കര ഇവരെ അവസാനം ഞാൻ പിടിച്ച് വലിച്ച് ആളെ സത്യം പറഞ്ഞ അന്ന് ആ കല്യാണം കൂടാൻ കൊണ്ടുപോയത്.
വേറെ മറ്റേത് കൂടി പറയടാ, എന്റെ വീട്ടിൽ കൂടിയത്. എന്റെ ഭഗവാനെ. ഇല്ല, ഇത് ആക്ച്വലി നമ്മൾ പ്ലസ് ടു MBA സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോ അനുവിന്റെ വീട്ടിൽ നമുക്ക് വേണ്ടി ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്തു. ഗെറ്റ് ടുഗദർ. അപ്പൊ ഞങ്ങളൊരു 10 പേരുണ്ടാവൂലടാ. 10 കൂടുതലുണ്ട്. കാരണം 10-12 പേര് നമ്മൾ ഹോസ്റ്റലേഴ്സ് പിള്ളേരും ഹോസ്റ്റലുണ്ടെന്ന കുറച്ച് പേര്, ഞാനും കിരണ്, അങ്ങനെ വേറെ കുറച്ച് ചെറുക്കന്മാര് എല്ലാവരും കൂടി. അച്ഛൻ ഞങ്ങൾക്ക് അന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് എനിക്കുണ്ടല്ലോ, എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് മേല് നന്നിട്ട് വെള്ളം കളിയൊന്നും ഇഷ്ടമല്ല. അന്ന് എന്താന്ന് വെച്ചാല് അന്ന് ഫുള്ള് നമ്മളെല്ലാവരും ഈ കോളേജ് കഴിയണേന്റെ സങ്കടം സന്തോഷം ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മളെല്ലാവരും കൂടി നല്ല ഒരു വൈബിൽ, പറഞ്ഞിട്ട് നല്ല വൈബിലൊക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പില്ലോ ഫൈറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനം കയ്യാങ്കളി. കയ്യാങ്കളിയല്ല, മൂലക്കിട്ട് ചവിട്ടിക്കൂട്ടും. ഒരാള് മൂലക്ക് കിടക്കും, എന്നിട്ട് ആൺപിള്ളേരും പെൺപിള്ളേരൊക്കെ കൂടെ അവരെ ചവിട്ടി കൂട്ടും. അത് കണ്ടപ്പോ ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഇതിനെ അടിക്കുക, ഉപദ്രവിക്കുക. ഞാൻ നമ്മുടെ അഹിംസവാദിയാണ്. ഓക്കെ, ആ കുട്ടിയോട് അങ്ങനെ അല്ലെങ്കിലും ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്കിത് കാണുമ്പോഴത്തേക്കും വിറയ്ക്കാൻ തുടങ്ങുന്നത്. എന്റെ മൂലക്കിട്ടും ചവിട്ടി പിടിക്കുകയാണ്. എവിടെ നിന്നാണ് അടിയും ചവിട്ടും വേണ്ടെന്ന് അറിയില്ല, നമുക്ക് കാണാൻ വരില്ല. ബാക്കിലൊക്കെ എല്ലാവരും ഒരു ഫൺ രീതിയിലാണ് എടുക്കുന്നത്. പക്ഷെ എന്റെ വീട്ടിൽ ബെഡാണ്, 2 ബെഡ് ഇങ്ങനെ ഇട്ടേക്കണായിരുന്നു ആ സമയത്ത് തറയില്. അപ്പൊ എളുപ്പമാണ് എല്ലാവർക്കും ഇങ്ങനെ ഒത്തിരിക്കാനും വട്ടം ചുറ്റിയിരിക്കാനും. അങ്ങനെ ആർക്കാണെങ്കിലും എഴുന്നേറ്റ് പോയി അങ്ങനെയൊക്കെ. അപ്പൊ ഞാനാണ് ഏറ്റവും അവസാനമായത്. എല്ലാവർക്കും ഇടിയുണ്ട്. ഇനി എന്റെ ടേണാണ്. അപ്പൊ ഇവിടെ സാവിയോ, എനിക്ക് തോന്നുന്നു വർഗീസ്, വിജേഷ് ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ ഇവിടെ വലിച്ച് കൊണ്ടുവന്ന് പില്ല വെച്ചിട്ടുള്ള അടിയാണ്. അത് ഞങ്ങൾക്ക് കൊണ്ടുകഴിഞ്ഞല്ലോ അപ്പോഴത്തേക്കും. നിനക്ക് പറഞ്ഞേ ഉള്ളല്ലോ. അതിനു മുമ്പേ ഇവള് കാറി പൊളിച്ച് ബഹളം വെച്ച്. എന്റെ അപ്പൊ റൂമിൽ ഒരു അലമാരി ഉണ്ട്, അതിന്റെ സൈഡിൽ തന്നെയാണ് ജനല്. ഞാൻ നോക്കുമ്പോ ഒരുത്തി വട്ടം കയറി അലമാരി പിടിച്ച്, ഒരു കൈ ജനലിന്റെ കമ്പിയിലും ഒരു കൈ അലമാരിയിൽ. ആ അലമാരി പിടിച്ച് വലിച്ചാൽ ഇങ്ങോട്ട് പോരാ. അയ്യോ ഏട്ടാ എന്നെ രക്ഷിക്കാൻ എന്റെ അവസാനത്തെ 19ാമത്തെ 20ാമത്തെ അടവെടുത്തു. ഞാൻ കിരണ കെട്ടിപ്പിടിച്ച എന്തൊരു കരച്ചിലായിരുന്നു. എനിക്ക് എന്റെ ജീവനം. ഞാനാണെങ്കിൽ ഒരു കാര്യത്തിന് അയ്യോ എന്റെ അലമാരി ഞാൻ എന്റെ ജീവന് വേണ്ടി പോരാടുമ്പോ അവൾ അലമാരിക്കെടുക്കാനും. ഞാൻ ഓർത്തു ഈ സമയത്ത് സെൽഫ് ഡിഫൻസ് മെക്കാനിസം എടുത്തില്ലെങ്കിൽ എന്നെ ഇവിടെ ചവിട്ടിക്കൊണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ നിന്ന് ഒരൊറ്റ കരച്ചിലങ്ങ് അറിഞ്ഞു. എല്ലാരും വിറച്ചുപോയി. അഭിനയമായിരുന്നു, ഭയങ്കര അഭിനയം. സെക്കൻഡിൽ എല്ലാരും നിർത്തിയപ്പോ ഒരാൾ നല്ല വഴി കൊണ്ട് പോകുന്നു. അങ്ങോട്ട് സിമ്പിൾ. ഞാൻ രക്ഷപ്പെട്ടു. ആ മൊമെന്റ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് കള്ളത്തരാന്ന് വിളിച്ചാൽ എനിക്ക് വേറെ കിട്ടും. ഞാൻ ആ സ്പോട്ടിലോട്ട് ഇറങ്ങി. അല്ല, അന്ന് അലീന ഷെറിനൊക്കെ ഇവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓർക്കുണ്ടാവും ഭയങ്കരമായിട്ട്. ഒരു മുറിന്റെ മുകളിലേക്ക് ചവിട്ടെനിക്ക് സാവിയൊക്കെ ഇമാതിരി ചവിട്ടിയത് അവൻ എനിക്ക് ഇങ്ങനത്തെ കളിയൊന്നും ഇഷ്ടമല്ല. ഞാൻ അതുകൊണ്ട് എനിക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി കരയേണ്ടി വന്നു. അങ്ങനെ വേണം, അല്ലാണ്ട് കണ്ണവന്മാരുടെ ഇടിയൊന്നും കൊള്ളാൻ പാടില്ല. നമ്മൾ മനസ്സിലായി. അങ്ങനെ കുറെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ പറയാനുണ്ടെങ്കിൽ കുറെ ഇങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടാവും കേട്ടാ. അയ്യോ കുറെ ഉണ്ടാവും. ഞങ്ങള് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്ത് തെച്ചോരെ. ഓക്കെ, നമ്മൾ ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഓക്കെ, കണ്ടാ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, എനിക്ക് അനുവിനെ നല്ല ഇഷ്ടമാണ്. എന്ത് ക്യാരക്ടറാണ് അനുവിന്റെ ഇഷ്ടം? അനുവിനും ഒരു ഓണം ലുക്ക് ചെയ്തിരിക്കണയാണ്. ഇതും പറഞ്ഞിട്ടുണ്ട് ചില അനുവിന് ഒരു മേക്ക് ഓവർ എടുക്കുന്നേ. നമ്മൾ അനുവിന് മേക്ക് ഓവർ കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ അനുവിന്റെ എനിക്ക് ഇഷ്ടമുള്ള നമ്മൾ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. നിനക്ക് എന്താണ് ഇഷ്ടം? അത് ചോദിച്ചിട്ടില്ല, പക്ഷെ നീ അത് പറ. ഞാൻ സൂഹിക്കട്ടെ. നീ പറ, എനിക്കൊരു ആഗ്രഹം കേൾക്കാൻ. ഐഷുവിന്റെ കുറെ ക്വാളിറ്റി എന്താന്ന് വെച്ചാല് ഇവള് ഭയങ്കര ഓപ്പൺ ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. കാരണം കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു രീതിയിൽ നമ്മളടുത്ത് ബിഹേവ് ചെയ്യും, തിരിഞ്ഞു നിന്നിട്ട് വേറെ രീതിയിലായിരിക്കും അവർ പറയുന്നത്. ഇവള് ഭയങ്കര ഓപ്പൺ ആണ് ആദ്യമേ തൊട്ട് തന്നെ. അതായത് ഒരു പോയിന്റ് അവൾ പറയുകയാണെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. മേ ബി അവൾ കറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റോങ് ആയിരിക്കാം, പക്ഷെ അവൾക്ക് അവളുടേതായ ഒരു സ്റ്റാൻഡ് എപ്പോഴും ഉണ്ടായിരുന്നു പണ്ട് തൊട്ട് തന്നെ. അപ്പൊ അതെനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്തൊരു പോയിന്റ് ആണ്. പിന്നെ എനിക്ക് കുറെ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും എന്നെ കട്ടക്ക് സപ്പോർട്ട് ചെയ്തിരുന്നത് ഇവള് മാത്രല്ല
ആ സമയത്ത് എന്റെ ഒരു ഈ പറഞ്ഞ ഈസ്റ്റേൺ സാവിയോ എന്റെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ബാംഗ്ലൂർ എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചത്, അത് ഞാനിപ്പോ പറയണല്ലോ. അപ്പോ അവരൊക്കെ ഭയങ്കര എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു, അവരും അവരുടെ ഫാമിലിയും. ഇവിടെ ആണെങ്കിൽ തന്നെ എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ എനിക്കൊരു പ്രോബ്ലം വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യുന്നത് ഉണ്ണിക്കുട്ടന്റെ 28 അതായത് ഉണ്ണിക്കുട്ടന്റെ ഞാനൊരു വലിയ പ്രോബ്ലത്തിൽ കൂടി കടന്നു പോകണമായിരുന്നു. പക്ഷെ ഇവക്ക് നിർബന്ധമായിരുന്നു ഞാൻ തലേ ദിവസം വന്നം അവന്റെ ക്രാഡില് ഒരുക്കണം, സെറ്റ് ചെയ്യണം. ഞങ്ങൾ അന്ന് എംബ്രോയിഡറി ചെയ്തിട്ടാണ് അന്ന് ഫുള്ള് സെറ്റ് ചെയ്തത്. ഈവൻ പേരിന് വേണ്ടിയിട്ടുള്ള ലെറ്റേഴ്സ് ഞാനും യേശുവും കൂടി എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഫുൾ ആ തലേ ദിവസം മാനേജേഴ്സ് ആയിരുന്നു. അപ്പോ ഇവര് കട്ടക്ക സമയത്ത് ഉണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്. അത് എന്താണെങ്കിലും ഇപ്പൊ ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതിനേക്കാളും എനിക്കൊരു ആവശ്യം ഉണ്ടായ സമയത്ത് ഇവരാണ് അത്രയും അധികം സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നത്. കാരണം ഇവരന്ന് സ്ട്രോങ് ആയിട്ട് നിന്നില്ലായിരുന്നെങ്കിൽ മേ ബി ഞാനിപ്പോ ഈ ഒരു ഇങ്ങനെ എനിക്ക് ഇരിക്കാനേ പറ്റത്തില്ലായിരുന്നു. മേ ബി ഞാൻ ഒരു ഒതുങ്ങി പോകുന്ന ഒരു ടൈപ്പ് ആയി പോയാൽ. കറക്റ്റ് ആണല്ലോ, നമ്മള് അവളെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യാറുണ്ട് അല്ലെ. ഇവിടെ ഒരു പോയിന്റിൽ ഇങ്ങനെ ഡൗൺ ഇറങ്ങിയ സമയത്ത് നമ്മളിങ്ങനെ ചിയർ ചെയ്ത് അല്ലെ. നമ്മുടെ ഡിഗ്രി ഫ്രണ്ട്സ് ആണെങ്കിലും ഞങ്ങളാണെങ്കിലും നല്ലോണം അവളെ പുഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ആ ഒരു മേ ബി ആ ഒരു അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയി പോയാനെ, പുറത്തോട്ട് വരാനോ അല്ലെങ്കിൽ മേ ബി ബാംഗ്ലൂർ പോലത്തെ ഒരു സിറ്റിയിൽ വന്ന് ജോലി നോക്കാനോ മേ ബി അവിടുത്തെ കൊച്ചിയിൽ തന്നെ ആയി പോയാനെ. അതെ, പക്ഷെ നമ്മള് ചാടി എടുത്തോളാം. പിന്നെ ഇവളുടെ സ്വഭാവം ഇല്ലെങ്കിൽ ചാടി നിന്നോളൂ എന്തുണ്ടെങ്കിലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാത്രി 10 ആകുമ്പോ ചിലപ്പോ മെസ്സേജ് ഉണ്ടാവും, നാളെ ഇവിടെ പോയാലോ. അതെവിടെന്നറിയോ, വെള്ളായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളിവിടെ എവിടെ ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോ അന്നെ വിളിക്കാം, അനു വേണം എനിക്ക് എല്ലാത്തിനും. കൈൻഡ് ഓഫ് മൈ കംഫർട്ട് സോൺ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അതുകൊണ്ട് എനിക്ക് അവളും കൂടി അവളിവിടെ ഒറ്റയ്ക്കാണ്. അപ്പൊ ഞങ്ങൾ പോകുന്നിടത്ത് എനിക്ക് അവളെയും കൊണ്ടുപോകണം എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷം. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഇവരുടെ ദത്തുപുത്രിയാണ്. അതുപോലെ തന്നെ വേറെ എന്റെ ഫ്രണ്ട്സിന്റെ അവിടെ എനിക്ക് ചേച്ചി ധീരജേട്ടൻ അതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അവിടുത്തെ വേറെ ദത്തുപുത്രി എല്ലാ മുനൂക്കൻ കോണറിലും അറിയില്ല, ഞാൻ ഭയങ്കര നല്ല കുട്ടിയാണ്. അടുത്തത് അതെ, അടുത്തത് ഇത് ഹായ് അനു ചേച്ചി, we were gym mates in cult. Happy Onam both of you. How many times you both will call in a week? ഹായ് ലിൻസി, എനിക്ക് മനസ്സിലായി. ഓക്കെ, ഹാപ്പി ഓണം. അതെ, ആഴ്ച എത്ര പ്രാവശ്യം കുളിക്കും? കണക്കൊന്നും വെച്ചിട്ടില്ല. നമ്മളങ്ങനെ കണക്കൊന്നും വെച്ചില്ല, എപ്പോ ആവശ്യമുണ്ട് അപ്പൊ വിളിക്കും. അത് ഡേ എന്നോ നൈറ്റ് എന്നോ അങ്ങനെ ഒന്നുമില്ല. ടെക്സ്റ്റ് ചെയ്യാനായിരിക്കും. എനിക്ക് നമ്മളിപ്പോ എല്ലാവരും കൂടുതലും ടെക്സ്റ്റ് മെസ്സേജ് ആണ് കൂടുതലും വരുന്നത്. നമുക്കൊരു കാര്യമായിട്ട് സംസാരിക്കണമെങ്കിലാണ് നമ്മളെപ്പോഴും വിളിക്കുന്നത്. അല്ലാണ്ടുള്ള കാര്യം അത്യാവശ്യത്തിന് നമ്മൾ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യണത്. പിന്നെ എനിക്കൊണ്ട് നമ്മള് റീൽസ് ഒക്കെ ശേഷം എനിക്കൊരു ബെസ്റ്റുകളൊക്കെ നമ്മൾ കണക്റ്റഡ് ആണെന്നുള്ള സത്യം. അതാണ് ഒരു അങ്ങനെ വീക്കിലി ഇന്ന ടൈമില് അങ്ങനെ വിളിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെ ഇപ്പൊ വിളിക്കാണ്ട് പല ആഴ്ചകൾ വരെ ഇരുന്നിട്ടുണ്ട്. കാരണം ചിലപ്പോ നമുക്ക് നമ്മുടേതായ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രയോറിറ്റീസ് വരാം. അപ്പൊ ചിലപ്പോ ഒരു കുറച്ച് ടൈമിലോട്ട് ഡിസ്കണക്റ്റഡ് ആവും. പിന്നെ നമ്മൾ അടുത്തൊരു 30 minutes ഗ്യാപ്പിൽ താമസിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ വീക്കെൻഡ്സും കാണാറൊന്നുമില്ല. എന്തായാലും കാണും. അല്ലാണ്ട് എല്ലാ വീക്കെൻഡ്സിലൊന്നും നമ്മൾ കാണാറില്ല. കാരണം എല്ലാവർക്കും ഫാമിലി ആയി കഴിയുമ്പോൾ അവനോടേതായ വേറെ പ്രയോറിറ്റീസ് വരും. അതാ സത്യം. ഓക്കെ, I like Anu's innocent smile. Hope we can see makeup video with Anu. കണ്ടിട്ടിരിക്കുന്നല്ലേ നിങ്ങള്? എന്ത് ചെയ്യാൻ, എത്ര നല്ല കുട്ടീനെ എവിടെയും കിട്ടില്ല. നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് ബാക്കി സംസാരിച്ചാലോ? ഞാനായി അഡോപ്റ്റ് ആയിരുന്നു. അഡോപ്റ്റ് ചെയ്ത് ഇനി അടുത്ത അഡോപ്ഷൻ റെഡി ചെയ്യുന്നത്. നോക്കൂ, നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാക്കിയിട്ടുണ്ട്. എവിടെ ഇരുത്തി അപമാനിക്കല്ലേ? എനിക്ക് നിന്നെല്ലാം അപമാനിക്കാൻ പറ്റുള്ളൂ, എല്ലാവരും അപമാനിക്കാൻ പറ്റുള്ളൂ. എല്ലാവരുടെ പോയി അപമാനിച്ച് എല്ലാവരും കൊല്ലും, അപമാനിക്കും. കുറച്ച് കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള പറയാനായിട്ട്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ബിഗ് ഫൈറ്റ് എങ്ങനെയായിരുന്നു?
നമുക്ക് അതിന്റെ ബിഗ് ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ. പക്ഷെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ അത്ര കമ്പനി ഒന്നും അല്ലായിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ എന്താ പറയാ നമ്മളങ്ങനെ ഭയങ്കര ക്ലോസ് ഒന്നും അല്ലായിരുന്നു ഫസ്റ്റ് ഇയറിൽ. അങ്ങനെ ബിഗ് ഫൈറ്റ് നമുക്കൊരു ഫേസ് ആയില്ലേ? ഫൈറ്റ് ഒന്നും അങ്ങനെ ഒന്നുമേ സംഭവിച്ചില്ല. അതൊക്കെ പൊതുവെ എല്ലാവരുമായിട്ടും അങ്ങനെ നമ്മൾ ഭയങ്കര കോമ്പാറ്റബിൾ ആണ് ആ കാര്യത്തില് അല്ലേ? പൊതുവെ ഫ്രണ്ട്സിനോട് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡിഗ്രിയിലൊക്കെ പഠിക്കുമ്പോ നമ്മൾ അത്യാവശ്യം ഫൈറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ മിണ്ടാണ്ടായ 2-3 പേരൊക്കെ ഉണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോ. ഞാൻ അങ്ങനെ പൊതുവെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ടായിട്ടുള്ള ചരിത്രം എനിക്കില്ല. ഫൈറ്റ് അങ്ങനെ ഒരു പ്രോപ്പർ ഫൈറ്റ് ആയിട്ട് അങ്ങനെ പ്രോപ്പർ ഫൈറ്റ് എന്ന് വെച്ചാല് നമ്മൾ ഈ പറഞ്ഞോട്ട് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ എന്തെങ്കിലും സില്ലി ഇഷ്യൂസിന്റെ പേരിൽ പിന്നെ അത് ഡിസ്കണക്ട് ആയി. പിന്നെ അവരോട് ഒരു കണക്ഷനും ഇല്ലാണ്ടായിട്ടുള്ള ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പണി തന്നിട്ടുണ്ടെങ്കിൽ ഐ ജസ്റ്റ് കട്ട് ഓഫ്, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഫൈറ്റിനൊന്നും ഞാൻ പോവാറില്ല. അതുകൊണ്ട് വെറുതെ ഈ അന്നൊക്കെ ഈ ഡിഗ്രിക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പറയുമ്പോഴത്തേക്കും ഓഹോ അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ അതൊക്കെ ആ ഒരു ഏജിന്റെയാണ്. ഇപ്പോഴൊക്കെ നമ്മള് മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ പരിചയപ്പെട്ടത് തന്നെ. അപ്പൊ തന്നെ നമുക്കൊരു നമ്മൾ ജോലിയിലാണ് നമ്മൾ കയറിയത്. അങ്ങനെ ഫൈറ്റ് ഒന്നും ദൈവം സാക്ഷ്യത്തിട്ട് വന്നിട്ടില്ലാണ് വരാണ്ടിരിക്കുന്നത്. അനുവുമായുള്ള ഫസ്റ്റ് മീറ്റിംഗ് എങ്ങനെയായിരുന്നു? പിന്നെ സാരി ഷൂട്ട്. ഒരാൾ ചോദിച്ചിട്ടുണ്ട് നല്ല ആവശ്യമൊന്നും വായിക്കുന്നുണ്ട്. മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ലവിങ് ക്യാരക്ടർ ഓഫ് ഈച്ച് അതർ. അതല്ലേ നല്ലത്. കുറച്ച് പോസിറ്റീവ് അല്ല ഇത് പറയാം. മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ആൻഡ് മോസ്റ്റ് ലവിങ് ക്യാരക്ടർ ഓഫ് ഈച്ച് അതർ. പറ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ പറ. ഇറിറ്റേറ്റിംഗ് ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവാറില്ല. മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ആൻഡ് മോസ്റ്റ് ലവിങ് ക്യാരക്ടർ ഓഫ് ഈച്ച് അതർ. മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് മറ്റേ ക്ലെൻലിനെസ് ഫ്രീക്ക് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പല തിരിവാണ്. അത് ഞാൻ പറയാൻ വേണ്ടിണ്ടായിരുന്നു. ഞാനിവിടെ കേറുന്നപ്പോ ഏറ്റവും ഇറിറ്റേറ്റ് എല്ലാം ഭയങ്കര അൺഓർഗനൈസ്ഡ് ആയിട്ടോ കിടക്കണം. എന്റെ കൈ ഇങ്ങനെ തരിക്കുന്നുണ്ടായിരുന്നു. ഇവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പൊടി പോലും കണ്ടുപിടിക്കാൻ എനിക്കത് വളരെ ഇറിറ്റേറ്റിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഞാൻ പറഞ്ഞു എടി ഞാനിതൊന്ന് ഒതുക്കി വെച്ചിട്ട് പോയിട്ട് വേണ്ട ഇങ്ങനെ കിടക്കുന്നതാണ് ഓണം സീരീസ് കഴിയുന്നവരെ ഇത് ഇങ്ങനെയൊക്കെ തന്നെ. ഓണം സീരീസില് പങ്കെടുത്തവരും അതിന്റെ ഭാഗമായവരും എല്ലാവരും ഓണം സീരീസ് ചെയ്യുമ്പോൾ ഇത് അടിച്ചു വരെ തുടങ്ങിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് എനിക്കറിയാം ഇത് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടില്ലതാണ്. ഞാൻ പല തവണ, അതായത് ഇപ്പോഴൊന്നുമല്ല പണ്ട് മുതലേ എനിക്ക് ആ അടുക്കും ചിട്ടയും എനിക്കത് വരില്ല, എനിക്കറിയില്ല. പിന്നെ ഞാൻ രക്ഷപ്പെടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് അടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കതില്ലടാ. ഇവിടെ എക്സ്ട്രീംലി ഓർഗനൈസ്ഡ് വീഡിയോ ഒക്കെ കണ്ട കൊതിയാവും. അല്ല എനിക്ക് കുറച്ച് ഇങ്ങനെ സാധനങ്ങൾ അവിടെ തന്നെ വേണം, അല്ലെങ്കിൽ കുറച്ച് നല്ല ഓർഗനൈസ്ഡ് ആയിരിക്കണം. ഈ പറഞ്ഞോട്ട് കർട്ടൻസ് അതിന് മാച്ച് ചെയ്തത് വേണം, അങ്ങനത്തെ ഒക്കെ കുറച്ച് ബ്രാൻഡുള്ള ടൈപ്പാണ്. നമ്മൾ പറഞ്ഞു ഞാനതാ പറയാൻ വേണ്ടി വന്നു. ഇവളുടെ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ ഇവള് എല്ലാം ഇങ്ങനെ അഴിച്ചിങ്ങനെ ഇട്ടേക്കണ പോലെ ഇട്ടേക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാം. അപ്പൊ കഴിഞ്ഞ തവണ വന്നിട്ട് ഞാൻ ഈ ബ്രഷിന്റെ കഥകളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പല പ്രാവശ്യം അടിച്ചു വരിക്കുട്ടിന്റെ കവറുകൾ ഒരു മൂലക്ക്. പിന്നെ താഴെ തപ്പലാണ് തപ്പല്. ഈ ഞാൻ പറയും ഞാനിവിടെ പറഞ്ഞിടത്തൊക്കെ പറയും അതിൽ ഭയങ്കര മെസ്സിയാണ്. ഞാൻ പറയും പാമ്പേടി കൊള്ളാണ്ട് ഇവിടെ ഇറങ്ങിപ്പോക്കോ. അങ്ങനെയാണ് അത് കിടക്കുന്നത്. പക്ഷെ ഞാൻ വീണ്ടും ക്ലീൻ ചെയ്യും. പക്ഷെ വീണ്ടും അങ്ങനെ ആയിപ്പോ എനിക്ക് അറിയില്ലടോ. ഈ വേണമെങ്കിൽ ഈ ഫ്ലാറ്റിലേക്ക് താമസം മാറിയോ? എന്നിട്ടാണ് ഞാൻ രണ്ടാമത്തെ വീട് തുടങ്ങി ഓടാനായിട്ട് എന്നും ക്ലീൻ ചെയ്തു. റെന്റ് പകുതി തന്നാ മതിയടി, നിനക്ക് ലാഭല്ലേ? ഞാനവിടെ കുഴിച്ച് ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ക്യാൻ ഐ അഡോപ്റ്റ് സമ്മതിക്കില്ല, സോറി. ഞാൻ ഓൾറെഡി അഡോപ്റ്റഡ്. ഇനി ഇവിടെ നമുക്ക് വേറെ റീ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് സോറിടാ ചാൻസ് ഇല്ല. അതെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി നീ റാൻഡം അവസാനത്തെ അല്ല, കോമൺ ആയിട്ട് ഞാൻ ഇതിന്റെ അകത്ത് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. എന്റെ അടുത്ത് ഈ ചോദ്യം ഞാൻ ഇവളുടെ കുറെ വീഡിയോസിലും ഒക്കെ കമന്റ്സ് ഒക്കെ വ്ളോഗ്സിലും, ഞാൻ എല്ലാ വ്ളോഗ്സിലും കമന്റ്സിലും, ദാറ്റ് മീൻസ് വ്ളോഗ്സിലും റീൽസിന്റെ ഇതിലൊക്കെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അനു ചേച്ചി മാരീഡ് ആണോ, അനു റിലേഷൻഷിപ്പിലാണോ എന്നുള്ളതൊക്കെ. എനിക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡിവോഴ്സ്ഡ് ആണ്, കറന്റ്ലി സിംഗിൾ ആണ്, ഹാപ്പിലി സിംഗിൾ ആണ്. അതെനിക്ക് പറയുന്നതിന്
ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ ഡിവോഴ്സ്ഡ് ആണ്, കുറച്ച് വർഷമായി. രണ്ടാമത് റിലേഷൻഷിപ്പിലോട്ടൊന്നും പോയിട്ടില്ല. ഇപ്പോ ഹാപ്പിലി സിംഗിൾ ആണ്. ഞാനത് നിർബന്ധിക്കാറില്ല. എല്ലാരും വേറെ വല്ലതൊക്കെ വിചാരിക്കും ഇവിടെയുള്ള ഫ്രണ്ട്സ് പറയാം സത്യം പറയുന്നത് ആ പെണ്ണിനെ വേണ്ടി കെട്ടിക്കാണോ നടക്കണില്ലെന്നു ആ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അല്ലട്ടെ, ഞാൻ അവളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷെ അവൾ താല്പര്യകക്ഷി അല്ലാത്തത് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാണ്. വൈബുള്ള ആരെന്ന് വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാമല്ലോ. അതെ, സമയമുണ്ട്. ഇറ്റ്സ് ഓക്കെ. സമയമുണ്ടെന്ന് പറഞ്ഞ വീട്ടുകാരൊക്കെ എന്നെ ചീത്ത പറയുന്നുണ്ട് വീട്ടുകാർ സമയമുണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ? അതെ, കാരണം ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയത് കൊണ്ടിട്ട് സെക്കൻഡ് ടൈം ഒരു ചാൻസ് എടുക്കില്ല. അതിനേക്കാളും വേഗം സിംഗിളായിട്ട് അങ്ങോട്ട് പോകുന്നല്ലേ. നിനക്ക് ചാനലില്ല ഇവിടെ. ഇതാണ് ഞാൻ എന്ത് ചെയ്യും? അതാണ് എന്റെ ടെൻഷൻ. അതുകൊണ്ട് ഞാൻ പറയും, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവള് കൂടാണ്ട്, ഇവൾ കിരൺ, സാവിയോ, യേശു കൂടാണ്ട് എനിക്ക് ലൈക്ക് മീൻസ് ആതിര, അഞ്ജു, അപ്പു എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് ഉണ്ട്. ആ ചേച്ചി ധീരചേട്ടൻ എന്നൊക്കെ പറയല്ലേ, ഇവിടെ തന്നെ ഇവർ ബാംഗ്ലൂർ തന്നെയാണ്. അതിൽ ഒരാൾ മാത്രമാണ് മുംബൈയിലുള്ളത്. അപ്പോ ഇവര് എന്റെ അടുത്ത് കോൺസ്റ്റന്റ്ലി ഇങ്ങനെ ഓക്കെ കല്യാണം എന്നുള്ള ആലോചിക്കുമ്പോൾ ഇവര് ഫസ്റ്റ് പറയുന്നത് ഞങ്ങൾ ആദ്യം കാണും, ഞങ്ങൾ ആദ്യം സംസാരിക്കും, ഞങ്ങൾ ആദ്യം ഞങ്ങൾ നോക്കാം എന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ ആ ഒരു വൈബിലോട്ടുള്ള ഒരാളെ മാത്രമേ ഇനി നമുക്ക് എന്താണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, കാരണം ഓൾറെഡി നമ്മൾ ആ ഒരു ഫേസിലൂടെ കടന്നുപോയി. ഇനിയിപ്പോ രണ്ടാമത് ഒരാൾ വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെ, അതായത് ഞങ്ങളുടെ കൂടെ ഇതുപോലെ തന്നെ എല്ലാവരുമായിട്ട് മെർജ് ആയി പോകുന്ന ഒരു ആള് വന്നാൽ ഞാൻ കിട്ടുന്നതാണ്. അങ്ങനത്തെ വൈബിൾ ആൾക്കാർ പ്ലീസ് സെൻഡ് യുവർ റെസ്യൂമേസ് ടു blushwithAsh@gmail.com. നമുക്കത് അല്ല, ബാംഗ്ലൂരിൽ തന്നെ ആയിരിക്കണം. ബാംഗ്ലൂർ തന്നെ ആയിരിക്കണം. എന്റെ ജോലി ബാംഗ്ലൂരാണല്ലോ. പല പല ഓഫേഴ്സ് അതല്ലടി ഓഫേഴ്സ് കൊടുക്കുക. ബlushwithAshന്റെ ബ്ലോഗുകളിൽ ഇടയ്ക്കൊക്കെ കാണിക്കുന്നതായിരിക്കും ഞങ്ങളുടെ കൂടെ കറങ്ങാൻ പറ്റുന്നത്. അങ്ങനല്ല, അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് പേരൊന്നും ഞാൻ വിട്ടുപോകും. അങ്ങനെയല്ല, അത് ഇത് കേട്ട് ഞാനിങ്ങനെ വരാതിരിക്കുന്നതിന്റെ പേടി. നല്ല ധാരണയാണല്ലോ അതിനെ പറ്റി. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അങ്ങനെ കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കുറെയൊക്കെ. വേറെ ഒന്നും അങ്ങനെ സെയിം എത്ര ഇയേഴ്സ് ആയി ഫ്രണ്ട്സ് ആയിട്ട് അതൊക്കെ കഴിഞ്ഞില്ലേ? കണ്ണാടി കാണിച്ചതാ എന്തായി എന്തോ. ഇനി എന്റെ ഹെയർ ചെയ്യാം. അതൊന്നും ചെയ്യില്ല. ഹെയർ കൂടി പടപടയെന്ന് സെറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അതെ അതെ. പുല്ലപ്പൂ ഉല്ലിപ്പുഞ്ഞു സോറി, ഇങ്ങനെ വെറുതെ കുറച്ച് കൺഫ്യൂഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഓണം മേക്ക് ഓവർ. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് ഞാൻ വേറെ ആരണ്ടിനെ പോലെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എന്നെയല്ല കാണുന്നത്. മേക്കപ്പ് ഒന്നും ഇടാൻ, ഫൗണ്ടേഷൻ ഒന്നും ഇടൂല. നീയല്ലേ പറയേണ്ടത്. നിന്റെ മേക്കപ്പ് ചെയ്തിട്ട് നിനക്ക് ഇങ്ങനെ തോന്നുന്നു. ഓണല്ലേ, അപ്പൊ അതുകൊണ്ട് ഓണം എത്നിക് ലുക്ക് നമ്മൾ ഇവിടെ അങ്ങനെ തീരെ കാണാറില്ല. ഞാൻ എത്നിക് ലുക്കിലേ വരാറില്ല. സാരി എടുക്കാറില്ല. എത്ര വർഷത്തിന് ശേഷം നീ സാരി? 2018 അപ്പുവിന്റെ കല്യാണത്തിന്. ഒന്ന് ആലോചിച്ചൊക്കെ 6 കൊല്ലത്തിന് ശേഷമുള്ള സാരി എടുക്കണം. നമുക്ക് അങ്ങനത്തെ അപൂർവമായിട്ടുള്ള ഭാഗ്യം ഈ ചാനലിൽ തിരികെട്ടിരിക്കുകയാണ്. മനസ്സിലായി? അപ്പൊ അവളെ സാരി എടുക്കാത്ത ആളാണ്. അവളെ എത്നിക്കില് ഞാൻ എനിക്ക് പണ്ടെങ്ങാണ്ട് കണ്ട ഓരോ ഓർമ്മ മാത്രമേ ഉള്ളൂ. നമ്മള് ഈ പറഞ്ഞോട്ട് എന്റെ കല്യാണത്തിനും ഇതുപോലെ തന്നെ 2-3 ഫംഗ്ഷൻസിന് എന്തോ അത്ര ഇല്ല. നിന്റെ കല്യാണത്തിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ രീതിയിൽ എന്റെ കല്യാണത്തിന് മാത്രമേ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ അതെ ഇങ്ങനെ ആരും മേക്ക് ഓവർ കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കമന്റ് ബോക്സ് കമന്റ് പറയാൻ. ഓൾസോ ഞങ്ങൾ ചിറ്റ് വീഡിയോ ഇഷ്ടമായി എന്നുള്ളത് എന്തായാലും പറയാൻ വേണ്ടി മറന്നോണ്ട് കേട്ടോ. അപ്പൊ മോർ വീഡിയോസ് നമ്മൾ അനു വരുന്നതായിരിക്കും. അല്ലാനും നമുക്ക് കിരണും കൂടി സെറ്റ് ആക്കാലോ. മറ്റു വീഡിയോ കൂടി സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടല്ലോ. ഇവിടെ തന്നെയാണ് അതിനെ പറയുന്നതാണ് സത്യം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ എന്തായാലും കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഓൾസോ നമ്മുടെ ഓണം സീരീസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നോണ്ട്. അപ്പൊ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.